ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഫയർ ബോൾട്ടിൻ്റെ ഒരു വാച്ചാണ്. ഇപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഡെഡാണ്. ബാക്കിലെ ഗ്ലാസ്സൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറിയ ലക്ഷണങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ വെള്ളം കയറി ഡെഡായതാവാനാണ് ചാൻസ്. ഇപ്പോൾ പവർ ബട്ടൺ ഞെക്കിയാലും ചാർജർ കേബിൾ കണക്ട് ചെയ്താലൊന്നും ഒരു ഇൻഡിക്കേഷനും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്കിന്നത് റെഡിയാക്കി എടുക്കണം. ഈ ഒരു കേബിൾ നോക്കിയാൽ കാണാൻ പറ്റും, ഡാമേജ് ഒന്നുമില്ല. ഈ ഒരു പിൻ ഔട്ടിൽ കറക്റ്റ് 5 വോൾട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും അഴുക്കൊന്നും പിടിച്ച് അവിടെ കോണ്ടാക്റ്റ് പോയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇത് അഴിച്ച് നോക്കണം. കേബിൾ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സ്ട്രാപ്പാണ് നമുക്ക് ഫസ്റ്റ് അഴിച്ച് മാറ്റേണ്ടത്. ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് മൈൻഡുള്ള ആൾക്കാർക്കൊക്കെ ഇത് സ്വന്തമായിട്ട് കംപ്ലയിൻ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാനൊക്കെ നോക്കി കഴിഞ്ഞാൽ പറ്റാവുന്നേ ഉള്ളൂ. വലിയ കംപ്ലയിൻറ്റുകളൊക്കെയാണ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം ഇപ്പോൾ വല്ല ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന പരിപാടികളൊക്കെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മളത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ള അവസ്ഥ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു ലൈറ്റ് വരുന്ന ഭാഗത്ത് അത്യാവശ്യം രീതിയിൽ ഫംഗസ് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബോർഡറിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളം കയറിയിട്ടാണ്. അപ്പോൾ ഇതൊരു ഫേക്ക് സെൻസറാണ് ഫയർ ബോൾട്ടിൻ്റെ വാച്ചിൽ വരുന്നത്. കൂടിയ വാച്ചിലൊക്കെ സെൻസർ നന്നായിട്ടുണ്ടാവും. ഈ ഒരു കവറിങ്ങിൻ്റെ ഭാഗത്തുള്ള ഒരു ഗ്ലാസ് മിസ്സായതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കയറുന്നത്. വെള്ളം തന്നെ ആവണമെന്നില്ല, നമ്മുടെ കൈമേലത്തെ വയർപ്പൊക്കെ ആവാം. ഈ ഒരു സ്ട്രിപ്പിൽ തന്നെയാണ് സൈഡിലെ ബട്ടണും വരുന്നത്, ഓൺ ഓഫ് ബട്ടൺ. അതിൽ തന്നെയാണ് 2 LED സെൻസറൊക്കെ വരുന്നത്. ഇത് നമ്മൾ അഴിച്ചെടുത്തിട്ടും പവർ ഓൺ ആവാനുള്ള ചാർജും കയറുന്നില്ല. അപ്പോൾ നമുക്കിത് മൊത്തത്തിലും സർവീസ് ചെയ്തെടുക്കണം. കാരണം ഇത് സൈഡിലൊക്കെ നന്നായിട്ട് ഈ ഫംഗസ് പിടിച്ചിരിപ്പുണ്ട്. അവിടെയൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് ഫ്രെയിമാണ്, പക്ഷേ ബോർഡിൻ്റെ ഉള്ളിലൊക്കെ ചില ഭാഗത്തൊക്കെ ഉണ്ട്. നമുക്കത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ വാച്ച് ഓണാവും ചെയ്തു. നോക്കിയാൽ കാണാൻ പറ്റും. സെൻസറിൽ ഒരു ലൈറ്റ് അധികം കത്തണില്ല, പക്ഷെ അത് നമുക്ക് ഒരു കാര്യമില്ലല്ലോ. കാരണം നമുക്ക് വാച്ച് ഉപയോഗിച്ചാൽ പോലെ. സെൻസറിൽ ലൈറ്റ് പോയാലിപ്പോൾ ബാക്കിലെ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇനിയും ഡാമേജ് വരാം. അപ്പോൾ ടച്ചൊക്കെ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഡിസ്പ്ലേ അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗമ്മിട്ടിട്ടുണ്ട്. ഈ ഡിസ്പ്ലേ തിരിച്ച് ഒട്ടിക്കണം. ഇത് ഗമ്മിട്ട് പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ബാക്കിലും ഒട്ടിക്കണം. ബാറ്ററി ഒന്നും വലിയ കുഴപ്പമുള്ള ബാറ്ററി അല്ല കണ്ടിട്ട്. അപ്പോൾ നമ്മളത് ഫുൾ ഒട്ടിച്ച് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് സെറ്റാക്കിയേക്കാണ്. ഇനി കുറച്ച് മണിക്കൂർ കഴിയാണ്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഇരുന്നത് സെറ്റാവണം. 2 സൈഡ് ഒട്ടിച്ചേക്കാണല്ലോ. ഡിസ്പ്ലേ ഒട്ടിച്ച് ബാക്കിലെ ആ പാനൽ ഒട്ടിച്ചു. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു വാച്ചിൽ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഒരുപാട് റീപ്ലേസ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല ഇതിനകത്ത്. ഇതേപോലത്തെ കംപ്ലയിൻറ്റുകളൊക്കെ നമ്മുടെ ചാനലിൽ നോക്കി കാണാൻ പറ്റും. യൂട്യൂബ് ചാനലിലുണ്ട്. അതൊക്കെ എങ്ങനെ പരിഹരിക്കണമെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് വാച്ചായാലും ബ്ലൂടൂത്ത് സ്പീക്കറുകളോ ഫോണുകളോ എന്തായാലും എന്ത് തരം ഗാഡ്ജറ്റായാലും നമ്മുടെ ചാനലിൽ വീഡിയോകളുണ്ട്. ഇനി കൂടുതൽ വീഡിയോകൾ വരും. ഇപ്പം നമ്മളത്ര കൺസിസ്റ്റൻ്റ് അല്ല, കാരണം വർക്ക് പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട്. ഇനി കറക്റ്റായിട്ട് വീഡിയോകൾ ചെയ്യും. ചാർജിങ്ങൊക്കെ പക്കയായിട്ടുണ്ട്. ഇതൊക്കെ നിസ്സാര കംപ്ലയിൻറ്റുകൾ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ വാച്ചുകൾക്ക് വയ്ക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഉപകാരപ്രദമായതെന്ന് വിചാരിക്കുന്നു, പ്രത്യേകിച്ച് ഈ ഒരു വാച്ചിൻ്റെ ഓണർക്ക്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.